ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകൾ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോകളുടെ തുടർച്ചയാണ്. ഫോട്ടോഗ്രാഫി ബേസിക്കിൻ്റെ 5ാമത്തെ വീഡിയോ ആണിത്. ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ദയവായി അത് കണ്ടിട്ട് വരിക. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചിടത്തോളം ബിഗിനേഴ്സ് ഫോട്ടോ എടുത്തു തുടങ്ങുമ്പോൾ എന്തോ ഒരു കുറവ് ആ ഫോട്ടോയിൽ അനുഭവപ്പെടാറുണ്ടോ? ഉണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ മുഴുവൻ കാണുക. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോകൾ എന്തായാലും കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ടാവും. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫോട്ടോഗ്രാഫിയിലെ കോമ്പോസിഷനുകളെ പറ്റിയാണ്. ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫ്രെയിമിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളതിനെ പറയുന്നതാണ് കമ്പോസിംഗ്. ഒരു ഫോട്ടോ കമ്പോസ് ചെയ്യാനായി ധാരാളം ഫോട്ടോഗ്രാഫി റൂൾസ് ഉണ്ട്. പേര് റൂൾസ് എന്നാണെങ്കിലും ഇത് ഉപയോഗിച്ചേ ഫോട്ടോ എടുക്കാൻ പാടുള്ളൂ എന്ന് ഒരു റൂളും ഇല്ല. ഈ ഫോട്ടോഗ്രാഫി റൂൾസ് എല്ലാം തന്നെ ജസ്റ്റ് ഒരു ഗൈഡ് ലൈൻസ് ആണ്. അതായത് മികച്ച ഫോട്ടോകൾ എങ്ങനെ കമ്പോസ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ഒരു ഗൈഡ് ലൈൻ. ഈ ഗൈഡ് ലൈൻസ് പ്രകാരം ഫോട്ടോ എടുക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഫോട്ടോ വളരെയധികം മെച്ചപ്പെടും എന്നുറപ്പാണ്. ഈ റൂൾസ് എല്ലാം തന്നെ ക്യാമറയിൽ മാത്രമല്ല മൊബൈൽ ഫോട്ടോഗ്രാഫിയിലും ബാധകമാണ്. ഇതിന്റെ 1ാമത്തെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് തീർച്ചയായും റൂൾ ഓഫ് തേർഡ് ആണ്. ഈ റൂൾ ഓഫ് തേർഡിനെ പറ്റി ഈ വീഡിയോ കാണുന്ന ഒരു 80% പേർക്കെങ്കിലും അറിയാമെന്ന് എനിക്ക് ഉറപ്പാണ്. ബാക്കി 20% വേണ്ടി ഞാൻ ഇവിടെ ഒന്നുകൂടെ അവതരിപ്പിക്കുകയാണ്. നമ്മൾ ഒരു ഫ്രെയിം കമ്പോസ് ചെയ്യുമ്പോൾ അതിനെ 3ആയി ഭാഗിക്കുക. വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും 3 കഷ്ണങ്ങളാക്കുക. ഈ 4 ലൈനുകളും 4 പോയിന്റുകളിൽ കൂട്ടിമുട്ടും. ആ കൂട്ടിമുട്ടുന്ന പോയിന്റുകളിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വയ്ക്കുക എന്നതാണ് റൂൾ ഓഫ് തേർഡ് എന്ന് പറയുന്നത്. ഒരു ക്ലോസപ്പ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ കണ്ണ് അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതുപോലെ തന്നെ എല്ലാ ചിത്രങ്ങളിലും ആ ചിത്രത്തിന്റെ പ്രധാന ഭാഗം ഈ പോയിന്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. സാധാരണ ഈ ഒട്ടുമിക്ക ക്യാമറകളിലും മൊബൈലിലും ഈ റൂൾ ഓഫ് തേർഡ് ഗൈഡ് ലൈൻ ഉൾപ്പെട്ടിട്ടുണ്ട്. ചിലതിൽ അതിന്റെ ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ പോയി ഇത് ഓൺ ചെയ്ത് ഇട്ടാൽ മതിയാകും. ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിത്രങ്ങൾ എല്ലാം തന്നെ പ്രശസ്ത ഫോട്ടോഗ്രാഫർമാരായ ജിതു MG, സലേഷ് ഒബ്സൻസ്, ഷാഹിർ ലൈറ്റ് ബോയ് എന്നിവരുടെ ചിത്രങ്ങളാണ്. കൂടാതെ ഞാനെടുത്ത ഏതാനും ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഫോട്ടോഗ്രാഫി റൂൾ എന്ന് പറയുന്നത് സെൻട്രഡ് കോമ്പോസിഷൻ ആൻഡ് സിമിട്രിയാണ്. അതായത് ഫ്രെയിമിന്റെ കൃത്യം നടുക്ക് നമ്മൾ ഇങ്ങനെ ഒരു വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഈ ഭാഗവും ഒരുപോലെ ഇരിക്കണം. ഇതിനെയാണ് സിമിട്രി എന്ന് പറയുന്നത്. സിമിട്രിക്ക് ഉദാഹരണമായ ഏതാനും ചിത്രങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഫ്രെയിമിന്റെ സെൻട്രൽ ലൈനിന്റെ 2 വശവും ഏകദേശം ഒരുപോലെ ആണ് ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ വെള്ളത്തിൽ ഉണ്ടാകുന്ന റിഫ്ലക്ഷൻ സിമിട്രിയിൽ തന്നെ പെടുത്താവുന്നതാണ്. അടുത്തതാണ് ഫിൽ ദ ഫ്രെയിം. നമ്മൾ എന്തിന്റെ ചിത്രമാണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ വസ്തു അല്ലെങ്കിൽ ആ മനുഷ്യനെ വെച്ച് ആ ഫ്രെയിം അങ്ങോട്ട് ഫിൽ ചെയ്യുക. ഇതാണ് ഫിൽ ദ ഫ്രെയിം. അടുത്തതായി റൂൾ ഓഫ് സ്പേസ്. അതായത് ഫ്രെയിമിലുള്ള ആൾ എങ്ങോട്ടാണോ നോക്കി നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് കൂടുതൽ സ്പേസ് വിടുക എന്നതാണ് റൂൾ ഓഫ് സ്പേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചലിക്കുന്ന ഒരു വസ്തുവിന്റെ ഫോട്ടോ ആണ് എടുക്കുന്നതെങ്കിൽ ആ ചലിക്കുന്ന ഭാഗത്തേക്ക് കൂടുതൽ സ്പേസ് വിടുക. ചലിക്കുന്ന വസ്തുക്കളെ പറ്റിയുള്ള മറ്റൊരു റൂളാണ് ലെഫ്റ്റ് ടു റൈറ്റ് റൂൾ. അതായത് ചലിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ പരമാവധി ഇടതുഭാഗത്തുനിന്ന് വലത്തേക്ക് ചലിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക. അടുത്തതായി ലീഡിംഗ് ലൈൻ. ലീഡിംഗ് ലൈൻസിന്റെ ഏറ്റവും സിമ്പിളായ ഉദാഹരണമാണ് ഈ കാണിച്ചിരിക്കുന്ന താജ്മഹലിന്റെ ചിത്രം. താജ്മഹലിന്റെ മുമ്പിലെ കൃത്രിമ ജലാശയത്തിന്റെ ലൈനുകളും ഇരുവശത്തുമുള്ള നടപ്പാതയുടെ ലൈനുകളും എല്ലാം ചെന്ന് കൂട്ടിമുട്ടുന്നത് താജ്മഹലിലേക്കാണ്. ഇത് ആ ചിത്രത്തിന് വളരെ മനോഹരമായ ഒരു പെർസ്പെക്റ്റീവ് കൊടുക്കാൻ നമ്മളെ സഹായിക്കുന്നു. മാത്രമല്ല ഈ ലീഡിംഗ് ലൈൻസ് ചെന്ന് അവസാനിക്കുന്ന ഭാഗത്താണ് ആ താജ്മഹൽ എന്നത് ഈ ചിത്രത്തിന്റെ മനോഹാരിത കൂടുതൽ ഭംഗിയാക്കുന്നു. ഇതിന് മുൻപത്തെ ചിത്രത്തിലെ ലീഡിംഗ് ലൈൻസ് കൂടുതൽ വ്യക്തമായിരുന്നെങ്കിലും ഈ ചിത്രത്തിലെ സാങ്കല്പികമായ എല്ലാ ലീഡിംഗ് ലൈൻസ് ചെന്ന് ചേരുന്നത് ഈ പള്ളിയിലേക്കാണ്. ഈ ലീഡിംഗ് ലൈൻസ് എപ്പോഴും കൃത്യമായ സ്ട്രെയിറ്റ് ലൈൻസ് ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കർവ്ഡ് ആയിട്ടുള്ള ലീഡിംഗ് ലൈൻസിന് ഉദാഹരണമായ ഒരു ചിത്രമാണിത്. ഈ ലീഡിംഗ് ലൈൻസ് ചെന്ന് അവസാനിക്കുന്ന പോയിന്റിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റാൻ ആ ഒബ്ജക്റ്റിന് സാധിക്കുന്നു. അടുത്തതാണ് ഫോർഗ്രൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഡെപ്ത്. ഇത് വളരെ മനോഹരമായ ഒരു ചിത്രമാണെങ്കിലും കുറച്ചും കൂടെ സൂം ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫോർഗ്രൗണ്ടിലുള്ള ചെറിയ മഞ്ഞുപാളികൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ക്യാമറയുടെ തൊട്ടു മുമ്പിലുള്ള ഈ ഒബ്ജക്റ്റ് കൂടി ചിത്രത്തിൽ ഉൾപ്പെടുത്തിയുകൊണ്ട് നേരത്തെ ഒരു 2D ഫീൽ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 3D ഫീലിലൂടെ ഈ ചിത്രം കാണാൻ നമുക്ക് സാധിക്കുന്നു. അതായത് ദൂരെ കാണുന്ന മഞ്ഞുമലകൾ എത്രയോ അകലത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഇത് സഹായിക്കുന്നു. അടുത്തതായി ഫ്രെയിം വിത്തിൻ ദ ഫ്രെയിം. ഒരു ഫ്രെയിമിനുള്ളിൽ മറ്റൊരു ഫ്രെയിം
ഇത് വളരെ മനോഹരമായ ഒരു കോമ്പോസിഷൻ രീതിയാണ്. നമ്മളൊരു വിൻഡോയിലൂടെയോ ആർച്ചിലൂടെയോ അല്ലെങ്കിൽ മരങ്ങളുടെ ഇടയിലൂടെ നോക്കുന്ന രീതിയിലുള്ള ഒരു ഫ്രെയിം വെക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ ഫീൽ ആ ചിത്രത്തിന് കിട്ടുന്നു. അടുത്തതായി പാറ്റേൺസ് ആൻഡ് ടെക്സ്ചർ. മനുഷ്യർക്ക് പാറ്റേണുകളും ടെക്സ്ചറുകളും വളരെ അട്രാക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ അവ ഉൾപ്പെടുത്തുന്നത് ഫോട്ടോകൾക്ക് വളരെ മനോഹരമായ ഒരു ലുക്ക് നൽകുന്നു. ഇതൊക്കെയാണ് ബിഗിനേഴ്സിന് ഫോളോ ചെയ്യാൻ പറ്റിയ ഫോട്ടോഗ്രാഫി റൂൾസ്. ഇനിയും ധാരാളം ഫോട്ടോഗ്രാഫി റൂൾസ് ഉണ്ട്. ഇതെല്ലാം ഒറ്റ എപ്പിസോഡിൽ പറഞ്ഞാൽ നിങ്ങൾ വളരെയധികം കൺഫ്യൂഷനായി പോകും. അതിലെ ഏതാനും റൂൾസ് കൂടി അടുത്ത എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം. പരമാവധി എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ ഫോട്ടോഗ്രാഫി വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.